ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലോട്ട് കടക്കാം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. ഇന്ന് ജൂലൈ 5 വന്നിട്ട് ന്യൂ മൂൺ ഡേ ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ സീഡ്, അതിൻ്റെ വിത്തുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇന്നത്തെ ദിവസം ആ ഒരു ഇൻറ്റൻഷൻ ത്രൂ യൂണിവേഴ്സിനോട് പറയാനായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു 2-3 ഡേയ്സ് നിങ്ങൾ ആ ഒരു എനർജിയിലിരിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു എനർജിയായി മാറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ഓപ്ഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം മൈൻഡിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. അത്രയേ ഉള്ളൂ. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ന്യൂ മൂൺ ആണ്. അപ്പോൾ മെയിനായിട്ട് ന്യൂ മൂണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് നിങ്ങളുടെ കറണ്ട് എനർജി നോക്കാം. താങ്ക് യു. ഇന്നത്തെ എനർജി നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ താങ്ക് യു. ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്. 10 ഓഫ് സോഡ്സിൻ്റെ എനർജി. ദ ഫൂൾ. ഇവിടെ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ സ്പിരിച്വലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഡേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ന്യൂ എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കാനായിട്ടാണ് കുറച്ച് പേരോട് പറയുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഈ ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്ന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഒരു എനർജിയും എൻഡായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യുക. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു കോൺഫിഡൻസിലിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആകാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഫസ്റ്റ് ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ നിങ്ങൾ ഏത് എനർജിയിലിരിക്കണം നോക്കാം. പൈൽ നമ്പർ 1, ഈ ഒരു ന്യൂ മൂൺ മെസ്സേജ് എന്താണ് പൈൽ നമ്പർ 1ന് വേണ്ടിയിട്ട്? Your hard work is paying off. New moon in Capricorn. Again ആ ഒരു ഹാർഡ് വർക്ക്, ആ ഒരു കോൺഫിഡൻസിൻ്റെ എനർജിയാണ് ഇവിടെ സെയിം പറയുന്നത്. അതായത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താണോ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ടത്, എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നതാണ്. ആ ഒരു എനർജിയിൽ, ആ ഒരു ഇൻറ്റൻഷനിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേര് പാസ്റ്റിൽ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നുണ്ടാകാം, അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ടാകാം, വേറെ കാര്യങ്ങളിലോട്ട് മാറുന്നുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചൊരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ടും ഈ ഒരു സമയത്ത് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻഷനും നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാൻ ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ്, കറക്റ്റ് ടൈമിൽ എത്തുന്നതാണ്, കറക്റ്റ് ടൈമിൽ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്, കറക്റ്റ് ടൈമിൽ എക്സസൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. ബാക്കിൽ വന്നിട്ട് എക്സ്പെക്റ്റ് പവർഫുൾ ചേഞ്ച്. എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസിലിരിക്കാനായിട്ട് അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കും. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു സമയത്തോട്ട് ന്യൂ മൂൺ എനർജിയിൽ എന്ത് ഗൈഡൻസ് ആണുള്ളത്? ഇവിടെ 2 മെസ്സേജാണ് വന്നേക്കുന്നത്. എ ടൈം ഫോർ ഹീലിംഗ്, ബാൾസമിക് മൂൺ ആൻഡ് വാട്ട് ഡു യു നീഡ് ടു റിലീസ്, വെയിനിങ് മൂൺ. ഇവിടെ റിലീസിങ്ങിൻ്റെ എനർജിയാണ്.
പാസ്റ്റിലെ കാര്യങ്ങൾ റിലീസ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. ഇവിടെ ഈ ഒരു കംപ്ലീഷൻ്റെ എനർജി പറഞ്ഞ പോലെ തന്നെ അത് കംപ്ലീറ്റ്ലി എൻഡാകാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ അനുവദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കുന്നതാണ്. ഈ ഒരു സമയം ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ബാക്കിൽ യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ്. പാസ്റ്റിൽ കുറേ നാളായിട്ട് ഒത്തിരി ടെസ്റ്റിംഗ് ഫേസിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടാകാം. ഓക്കെ, ആ ഒരു എനർജിയും നിങ്ങളെ ഈ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. താങ്ക് യു. നൈറ്റ് ഓഫ് വോൺസ്, ആക്ഷൻ്റെ എനർജി. ഇവിടെയും 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ മടി, എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയുക, അതെല്ലാം മാറ്റി വച്ചിട്ട് എന്താണോ ചെയ്യാനായിട്ടുള്ളത് അതിൽ ഫോക്കസ് കൊടുക്കുക. ഇവിടെ നോക്കാം എന്താണ് ഹീൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് എന്താണ് റിലീസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എഗെയിൻ ഫൂളിൻ്റെ എനർജി. കുറച്ച് പേർക്ക് നിങ്ങൾ ചിന്തിക്കാതെ ആലോചിക്കാതെ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. ഒബ്സർവേഷൻ സ്കില്ല് കുറവായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു പേടിയാണ്. ഈ ഒരു വ്യക്തി കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട്, ആക്ഷൻസിന് വേണ്ടിയിട്ട്, മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടാകുന്നുണ്ടാകാം. പേടി, ഫിയർ, പല കാര്യങ്ങളും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിയർ, ആ ഒരു ആങ്സൈറ്റി റിലീസ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അതിന് പകരം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, സത്യം സത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണോ നിങ്ങൾ കാണുന്നത്, എന്താണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഓക്കെ, അതിൻ്റെ ആ ഒരു ട്രൂത്ത്, അതിൻ്റെ ആ ഒരു പോസിറ്റീവ് സൈഡ് നിങ്ങൾ ലൈഫിലോട്ട് സ്വീകരിക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി, ഓക്കെ, അത് വൈസായിട്ട് യൂസ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു സമയത്തെ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. പാൽ നമ്പർ 1ൻ്റെ ബ്ലെസ്സിങ് എന്താണ്? റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ് നിങ്ങളുടെ ബ്ലെസ്സിങ് വന്നിട്ട്. ഇവിടെ പറഞ്ഞ ഒരു എൻഡിങ് തന്നെ, അത് എൻഡ് ചെയ്തിട്ട് ഒരു പീസ്ഫുൾ എനർജിയിലോട്ട്, ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സേഫ് പ്ലേസിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും കുറച്ചും കൂടെ ആ ഒരു കണക്ഷൻ പോസിബിൾ ആകുന്നതാണ്. ചിലപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടിട്ടായിരിക്കാം സ്പിരിച്വാലിറ്റിയിലും നിങ്ങൾക്ക് ഒത്തിരി ബ്ലോക്കേജ് ഉണ്ടാകുന്നത്. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സ്ഥലത്തിരിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, ആ ഒരു എനർജി എല്ലാം ഹീൽ ചെയ്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ മെൻഡ് ചെയ്യുന്നതാണ്. റിലേഷൻഷിപ്സ്, വ്യക്തിബന്ധങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ്, അതെല്ലാം കുറേ കൂടെ മനസ്സിലാക്കാനായിട്ട് ക്ലാരിറ്റി കിട്ടുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് പീസ് ഓഫ് മൈൻഡ്, ഒരു ഹാർമണി, ഒരു സമാധാനം. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി ഗ്രേറ്റ്ഫുൾ എനർജിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുമെങ്കിൽ ജേർണലിംഗ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, എന്തൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ഇനി മുന്നോട്ട് ശ്രമിക്കുന്നതാണ്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് 2-3 ഡേയ്സ് എടുത്ത് വായിക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം അത് പ്രവർത്തിച്ച് തുടങ്ങുക. നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ആക്ഷൻസ് എടുത്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ന്യൂ മൂൺ ഡേ ആണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു എനർജി കറക്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ എനർജി നോക്കാം ഈ ഒരു സമയത്തെ. താങ്ക് യു. ഏസ് ഓഫ് കപ്സ്.
ഒരു ഹീലിംഗ് എനർജിയിൽ നിങ്ങൾ ഇന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി പീസ്, ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി നാളായിട്ട് നിങ്ങൾ ഈ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്, മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം. പീസ് ആൻഡ് ഹാർമണിക്ക് വേണ്ടിയിട്ട്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം നിങ്ങളോട് ഹീലിംഗ് എനർജി ചൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ പ്രവൃത്തികളിൽ ഓക്കെ, ആ ഒരു സ്നേഹം, ആ ഒരു കമ്പാഷൻ്റെ എനർജി നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസ്, എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റിസീവ് ആകുന്നുണ്ടാകാം. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ബാക്കിൽ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ പാസ്റ്റ് ചെയ്ത എന്തെങ്കിലും കർമ്മം, ഓക്കെ, എന്തെങ്കിലും ഗുഡ് കർമ്മ, അത് ഈ ഒരു സമയത്ത് റിട്ടേൺ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ പാസ്റ്റ് ചെയ്ത എഫേർട്ട്, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, പുതിയ സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ, അധ്വാനത്തിൻ്റെ ആ ഒരു ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേരുടെ വെയിറ്റിംഗ് പീരീഡ് ഇവിടെ എൻഡ് ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വിഷസ് ഫുൾഫില്ലായിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ നിങ്ങൾ ഏത് എനർജിയിൽ ഇരുന്നിട്ട് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണം, ഏത് എനർജി ചൂസ് ചെയ്യണം, എന്താണ് പാൽ നമ്പർ 2യുടെ ന്യൂ മൂൺ മെസ്സേജ് വന്നിട്ട്. താങ്ക് യു. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ബാക്കിൽ പ്രോസ്പെരിറ്റി ലൈസ് എഹെഡ്, ന്യൂ മൂൺ ഇൻ ടോറസ്. ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്ന ആ ഒരു എനർജി. ഓക്കെ, എന്ത് വന്നാലും ഞാൻ എൻ്റെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ടോറസ് വന്നേക്കുന്നതുകൊണ്ട് കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആ ഒരു അബണ്ടൻസ് ബ്ലോക്കേജ്, ഒരു ലാക്ക് മെൻറ്റാലിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ആക്ഷൻസ് എടുക്കേണ്ട സാഹചര്യങ്ങളിൽ ഞാൻ കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുന്നതാണ്. ഞാൻ കുറച്ചും കൂടെ വിജിലൻ്റ് ആയിട്ടിരിക്കുന്നതാണ്. ഞാൻ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നതാണ് ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ. ആ ഒരു എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ ഏരീസിൻ്റെ എനർജി വന്നിട്ട് ഒരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ, അതിൽ അൺഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻഷൻസും നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരോഗ്യപരമായിട്ടുള്ള ആ ഒരു സ്പോർട്സ്മാൻഷിപ്പിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു എനർജി ഓക്കെയാണ്. അല്ലാത്ത എന്തെങ്കിലും ജലസിയുടെ എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്, എന്തെങ്കിലും കോമ്പറ്റീഷൻ്റെ എനർജി ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മടി അതെല്ലാം മാറിയിട്ട് പ്രവർത്തിക്കുക. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് ഈ ഒരു സമയത്ത്? പാൽ നമ്പർ 2. The energy is gaining momentum, waxing moon. ബാക്കിൽ വന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ് ആണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ എനർജി ലെവലിലായിരിക്കാം. ഓക്കെ, എഗെയിൻ ആ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ സാധിക്കും, യോഗ, മെഡിറ്റേഷൻ, അതൊക്കെ ചെയ്യുന്നത് നിങ്ങളെ കുറച്ചും കൂടെ ഇവിടെ പോസിറ്റീവായിട്ട് നിർത്തുന്നതാണ്. നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ വന്നിട്ട് എന്തിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്? ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ന്യൂ ബിഗിനിങ്, ന്യൂ ചേഞ്ച്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ഞാൻ കറക്റ്റായിട്ട് എടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബാലൻസിലിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ഈ ഒരു എന്താ പറയുക, സ്റ്റക്കായിട്ടുള്ള എനർജി, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഞാനൊരു വിക്ടിമാണ്, ആ ഒരു എനർജിയിൽ നിന്നെല്ലാം മൂവ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നതാണ്. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം. എന്താണ് അഡ്വൈസ് ഉള്ളത്? കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു പവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക.
നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് നല്ല നല്ല കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ബോഡിയിലുള്ള സ്ട്രെങ്ത്തും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കൂട്ടാനായിട്ട് ശ്രമിക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ എക്സസൈസ്, യോഗ അതെല്ലാം കുറേയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കോൺഫിഡൻസോടുകൂടി സംസാരിക്കുക, പ്രവർത്തിക്കുക, നിങ്ങളുടെ ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി നന്നായിട്ട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ആക്ഷൻസ്, പ്രായോഗികമായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. നെക്സ്റ്റ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. എന്ത് ബ്ലെസ്സിങ് ആണ് പായൽ നമ്പർ 2 ഒരു ഹീലറുടെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കൂടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഗുരുസ്ഥാനത്ത് കാണുന്ന ആരെങ്കിലും ആയിരിക്കാം, മദറിൻ്റെ എനർജി ആയിരിക്കാം, കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ സപ്പോർട്ടായിരിക്കാം. ഓക്കെ, എന്ത് സപ്പോർട്ടാണുള്ളത്? സോറി, ബാക്കിൽ നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ സോറി. താങ്ക് യു. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ന്യൂ ബിഗിനിങ്. ഇവിടെ നമുക്ക് ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഒത്തിരി പോസിറ്റീവ് എനർജി ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യാശ, ഒരു ഹോപ്പ്ഫുൾ എനർജി, പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റൻഷൻസ്, പോസിറ്റീവ് എനർജിയിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ബാക്കിൽ 10 ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി, ഹോം, പാർട്ട്ണർഷിപ്പിലെല്ലാം ഒരു പോസിറ്റീവ് എനർജി ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒത്തിരി യൂണിറ്റി, ഐക്യം, ആ ഒരു കമ്പാഷൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ഗ്രോത്തിന് ആവശ്യമുള്ള മെസ്സേജസ് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേര് നിങ്ങളുടെ ഫിസിക്കൽ ബോഡീനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് കുറച്ച് പേര് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തേക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.